നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനമാണ്. ഒന്നാം ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം. 5-ാം അധ്യായത്തിന്റെ 13 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 14 മുതലുള്ള ചില വാക്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് നമുക്ക് സമയമെടുക്കാം. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ഇവിടെ നാം ശ്രദ്ധിച്ചാൽ ഇവിടെ നാം വായിക്കുന്നത്, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. അപ്പോൾ ഇവിടെ സഭയോട്, തെസ്സലോനിക്കയിലുള്ള സഭയിലെ എല്ലാവരോടുമുള്ള ഒരു നിർദ്ദേശമാണ് ഈ ബുദ്ധി ഉപദേശിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ താഴേക്ക് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അതായത് സഭയിൽ വചന സന്ദേശം നൽകുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ മൂപ്പന്മാരെന്നോ ശുശ്രൂഷകന്മാരെന്നോ ഉപദേഷ്ടാക്കന്മാരെന്നോ ഒക്കെ പറയുന്ന ആളുകൾക്ക് മാത്രമായിട്ടുള്ളതല്ല, മറിച്ച് എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ സഭയിലെ മൂപ്പന്മാരെയോ ശുശ്രൂഷകന്മാരെയോ, അല്ല എങ്കിൽ നിങ്ങളുടെ സഭയിലെ പ്രായവും പക്വതയുള്ള ആളുകൾ എന്നൊന്നും ഇവിടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ബുദ്ധി ഉപദേശിക്കുവാനും ഒക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട് എന്നുള്ളതും അതിൻ്റെ പ്രായോഗിക വശമാണ്. തെസ്സലോനിക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ച് നാം വായിക്കുമ്പോൾ അവര് വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഈ 3 കാര്യങ്ങളിലും അവർ വളരെ പ്രഗത്ഭരായിരുന്നു. അവരെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരാതികളൊന്നും അപ്പോസ്തലൻ പറയുന്നില്ല. കൂടെ ആ സഭയെക്കുറിച്ചും സഭയിലെ വിശ്വാസികളെ കുറിച്ചും വളരെ നല്ല കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാനായിട്ടും സാധിക്കും. അപ്പോൾ ആത്മീയമായി ഒരു നല്ല കാഴ്ചപ്പാടും പക്വതയും പരിജ്ഞാനവുമുള്ള ആളുകളായിരുന്നു ഈ തെസ്സലോനിക്കയിലെ സഭയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതുകൊണ്ട് ആയിരിക്കണം ഇങ്ങനെ എല്ലാവരോടുമുള്ള ഒരു നിർദ്ദേശമായിട്ട് അത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ക്രമം കെട്ട് ജീവിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് മറ്റ് ക്രമം കെട്ട ഒരാളെ നിങ്ങൾ ക്രമത്തിൽ ജീവിക്കണമെന്ന് ഉപദേശിക്കുവാനായിട്ടുള്ള ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉപദേശിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ, ദൈവസന്നിധിയിൽ നീതിയോടെയും നല്ല കാഴ്ചപ്പാടോടുകൂടെയും ജീവിക്കുന്ന ആർക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ ദൈവസന്നിധിയിൽ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളോ ഒന്നുമില്ലാത്തതായിട്ടുള്ള ആളുകൾക്ക് അവർ ഉപദേശിക്കാൻ പോകുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നാൽ ഒരു സഭ ആത്മീയമായിട്ട് നല്ല കാഴ്ചപ്പാടോടുകൂടി പോകുന്നതായിട്ടുള്ള ഒരു നല്ല സഭ എന്ന് പറഞ്ഞാൽ, ആ സഭയിലെ എല്ലാവരെയും പ്രബോധിപ്പിക്കുവാനായിട്ട് ആയിരിക്കണം. അതാണ് ദൈവിക പരിപാടി എന്ന് പറയുന്നത്. ആരും ജഡികന്മാരായിട്ടോ ശിശുക്കളായിട്ടോ പരിജ്ഞാനമില്ലാത്തവരായിട്ടോ സഭയിൽ നിലനിൽക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ പരിജ്ഞാനമൊക്കെ നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അതുകൊണ്ടാണ് കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടുന്നത് നിങ്ങളെന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്. അപ്പോൾ ആ പരിജ്ഞാന പൂർത്തിയിലേക്ക് സഞ്ചരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ബുദ്ധി ഉപദേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളൊരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. അതുകൊണ്ടാണ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് അവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതുവാനായിട്ടുള്ള കാരണം. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. എന്താണ് ഈ ക്രമം കെട്ടവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ ഒരു വാക്യം വായിച്ചാൽ കൃത്യമായിട്ടൊന്നും നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയില്ല. പ്രത്യേകിച്ചൊന്നും അവിടെ എന്താണ് അവിടെ
ക്രമക്കേടുണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇവിടെ ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും പാപ സ്വഭാവങ്ങളെ കുറിച്ചോ ക്രമക്കേടുകളെ കുറിച്ചോ ഇവിടെ സൂചന നൽകിയിട്ടുമില്ല. അപ്പോൾ നമുക്ക് ക്രമരഹിതമായ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് വരാവുന്നതായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പൊതുവായി നമുക്കത് പറയുവാനായിട്ട് കഴിയും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പൊതുവായി പറഞ്ഞതായ ഒരു കാര്യമാണ് ഇത് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ അധ്യായം നാം പഠിച്ചപ്പോൾ ചില ക്രമക്കേടുകളെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് അവിടെ കിട്ടുകയുണ്ടായി. അവിടെ എഴുതിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് നാം പഠിച്ചതാണ്. എന്നാൽ തെസ്സലോനിക്കർക്ക് രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ വളരെ കൃത്യമായി എന്താണ് ഈ ക്രമം കെട്ടവരുടെ ജീവിതം എന്നുള്ളത് വളരെ കൃത്യമായും വ്യക്തമായും പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. ദൈവവചന വ്യാഖ്യാനത്തെ കുറിച്ചുള്ള ഒരു പ്രമാണം എന്ന് പറയുന്നത് ദൈവവചനത്തെ ദൈവവചനം തന്നെ വ്യാഖ്യാനിക്കണം എന്നാണ്. അത് ശരിയാണ്. കാരണം ദൈവവചനത്തിൽ എവിടെയെങ്കിലും അവ്യക്തമായ ഒരു കാര്യമുണ്ടെങ്കിൽ, നമുക്കത്ര മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്തതായിട്ടുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടുള്ള ദൈവവചന ഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ആ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുവാൻ എന്നുള്ളത് വ്യാഖ്യാന പ്രമാണത്തിലെ ഒരു പ്രധാന പ്രമാണം തന്നെയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയിൽ ശുശ്രൂഷ ചെയ്യുകയും പഠിപ്പിക്കുകയും അല്ലെങ്കിൽ മറ്റ് സഹോദരന്മാർ വഴി അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ ക്രമക്കേടിനെ കുറിച്ച് അവരോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് വായിക്കുന്നതായ തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് അത് മനസ്സിലാകും. എന്നാൽ നമുക്ക് ഈ ഭാഗം വായിച്ചാൽ അത് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതല്ല. അപ്പോൾ എന്താണ് ഈ ക്രമക്കേട് എന്നുള്ളത് തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ നാം പ്രകാരമാണ് വായിക്കുന്നത്: സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളേണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ഇവിടെ ആ ക്രമം കെട്ട് നടക്കുക എന്ന് പറയുന്ന വാക്ക് അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളേണം. 7-ാമത്തെ വാക്യത്തിൽ വീണ്ടും അവിടെ ഒരു ക്രമം കെട്ട് നടക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 6-ാമത്തെ വാക്യത്തിൽ അതുണ്ട്, ക്രമം കെട്ട് നടക്കുക എന്നുള്ള കാര്യം. 7-ാമത്തെ വാക്യത്തിലും ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ക്രമം കെട്ട് നടന്നിട്ടില്ല. ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. അതിനുശേഷം എന്താണ് ഈ ക്രമം കെട്ട് നടന്നത്, അല്ലെങ്കിൽ ക്രമം കെട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. 8-ാമത്തെ വാക്യത്തിൽ മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ, ശ്രദ്ധിക്കുക, നിങ്ങൾ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇവിടെ 3-ാമതും ക്രമം കെട്ട് നടക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോട് വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം എന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. ഈ ആജ്ഞാപിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് ഈ ഒരു വിഷയം ഈ ഒരു ലേഖനത്തിൽ ആരംഭിക്കുന്ന വാക്യത്തിലും അവസാനിക്കുന്ന വാക്യത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ആരംഭിക്കുന്ന വാക്യം 6-ാമത്തെ വാക്യമാണ്. അവിടെയും സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അവിടെ ഒരു ആജ്ഞയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്, വിട്ടുവീഴ്ചയില്ലാത്തതായിട്ടൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അതൊരു ആജ്ഞ അല്ലെങ്കിൽ ഒരു കൽപ്പന എന്നുള്ള നിലയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ സാമാന്യ
ബുദ്ധിയിൽ ബോധത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണല്ലോ. ആദ്യത്തെ ആജ്ഞ എന്ന് പറയുന്നത് അങ്ങനെ ക്രമം കെട്ട് നടക്കുന്ന സഹോദരനോട് അകന്നുകൊള്ളണം എന്നാണ്. എന്നാൽ അവസാനം നാം വായിക്കുന്ന ആജ്ഞ എന്ന് പറയുന്നത് സാവധാനത്തോടു കൂടി വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. ഈ രണ്ട് ആജ്ഞയും രണ്ട് ആളുകളോടാണ്. 12-ാമത്തെ വാക്യത്തിലെ ആജ്ഞ കൽപ്പന എന്ന് പറയുന്നത് ക്രമം കെട്ട് നടക്കുന്ന ആളുകൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ആജ്ഞ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് പരകാര്യം നോക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാത്തതായ ക്രമം കെട്ട് നടക്കുന്ന ഏതൊരുവനോടും അകന്നുകൊള്ളണം എന്നുള്ളതാണ് 6-ാം വാക്യത്തിൽ ബാക്കിയുള്ള സഭാംഗങ്ങളോടുള്ള കൽപ്പന എന്ന് പറയുന്നത്, ആജ്ഞ എന്ന് പറയുന്നത്. നാം പല പ്രാവശ്യം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഈ ഒരു വിഷയത്തിന്റെ പഠനത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, ഈ പുസ്തകത്തിന്റെ പഠനത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒന്നുകൂടി നാം പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഈ തരുണത്തിൽ സഹായകരമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുക മാത്രമല്ല, തന്റെ ജീവിതത്തിലൂടെ താൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തതായിട്ടുള്ള യാഥാർത്ഥ്യം എങ്ങനെ ഈ ക്രമം കെടാതെ ക്രമത്തിൽ ജീവിക്കണം എന്നുള്ള കാര്യമാണ്. അതിനെ പൗലോസ് അപ്പോസ്തലൻ വലിയ മാതൃകയാണ്. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ മാത്രമല്ല, എഫെസോസിലെ മൂപ്പന്മാരോട് പറയുമ്പോഴും അതുപോലെ തന്നെ കൊരിന്തിൽ ഉള്ള വിശ്വാസികളോട് പറയുമ്പോഴും ഒക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് താൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആ ലേഖനങ്ങളൊക്കെ പഠിച്ചപ്പോൾ നാം ചിന്തിച്ചതായിട്ടുള്ള കാര്യമാണ്. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോന്നു. അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തീരേണ്ടതിന് അത്രേ. അപ്പോൾ അവിടെ സഭ, അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അത് സ്വീകരിക്കുക എന്ന് പറയുന്നത് അവിടെ അവർക്ക് അധികാരമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ചില്ല എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അത് ഉപയോഗിക്കാതിരുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. എന്താണ്? ഞങ്ങൾക്ക് അധികാരം ഉണ്ടായിട്ടും മറ്റാരുടെയും ചെലവിൽ ഞങ്ങൾ ജീവിക്കുന്നില്ല. ഞങ്ങൾ സ്വന്തം കൈകൊണ്ട് രാപ്പകൽ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ തന്നെ സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് ജീവിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. മാതൃകയാക്കി തരേണ്ടതിനത്രേ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വേല ചെയ്യാൻ ഒരാൾക്ക് മനസ്സില്ല എങ്കിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുവാൻ പോലും യോഗ്യനല്ല എന്ന് വെച്ചാൽ, ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതെ എത്ര കാലം ജീവിക്കാനായിട്ട് കഴിയും? നമുക്കറിയാം, അധികം ദിവസമൊന്നും ജീവിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഇതിനെ നാം കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ, അധ്വാനിക്കാൻ മനസ്സില്ലാത്ത ആള് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നതിന് അത് തുല്യമാണ്. അവൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. നിങ്ങൾ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പം വേല ചെയ്യാതെ ഇരിക്കുക മാത്രമല്ല, ഈ വേല ചെയ്യാതെ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധാരാളം സമയമുണ്ട്. ഈ സമയത്തെ പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത് പരകാര്യം നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് ഒരുപക്ഷെ പരകാര്യം നോക്കുന്നത് പണ്ട് അങ്ങനെ ആളുകളെ സന്ദർശിച്ചുകൊണ്ടോ ഒക്കെ ആയിരുന്നുവെങ്കിൽ, ഇന്ന് ആളുകളെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൊബൈലിലൊക്കെ വിളിച്ചും ഒക്കെ നമുക്ക് ഇങ്ങനെ പ്രകാരം നോക്കി ജീവിക്കുവാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, അധ്വാനിക്കാത്തവൻ വേല ചെയ്യരുത്, അധ്വാനിക്കാത്തവൻ ഭക്ഷണം കഴിക്കരുത്. അധ്വാനം എന്ന് പറയുന്നത് നമ്മുടെ ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ളൊരു കൽപ്പനയാണ്. അത് ആത്മീകമാണ്. ആ പാപം ലോകത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ അധ്വാനത്തെ കുറിച്ച് കർത്താവ് ആദം ഹവ്വമാരോട് കൽപ്പിച്ചിരുന്നത് നമുക്കറിയാമല്ലോ. മാത്രവുമല്ല, നാം നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി തന്നെ ഒന്ന് ചിന്തിച്ചാൽ, അധ്വാനിക്കുവാൻ കഴിയുന്ന നിലയിൽ ആണ് ശരീരത്തെ ദൈവം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിന്
ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് മെഡിക്കൽ സയൻസ് പറയുമ്പോൾ നല്ല വെള്ളം, നല്ല വായു, സന്തുലിതമായിട്ടുള്ള ആഹാരം, പിന്നെ നാലാമതായിട്ട് പറയുന്നത് വ്യായാമം എന്നാണ്. വ്യായാമമില്ലാത്തതായ ഒരു ശരീരം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരമായിരിക്കുകയില്ല, ആരോഗ്യമില്ലാത്തതായ ഒരു ശരീരമായിരിക്കും. അപ്പോൾ ഈ വ്യായാമം മനുഷ്യന് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അവര് അധ്വാനിക്കുമ്പോഴാണ്. പണ്ടുകാലത്ത് അങ്ങനെ ഓഫീസ് ജോലി എന്ന് പറയുന്നതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നാണ് ഓഫീസ് ജോലിയൊക്കെ ഉള്ളത്. ഇന്നത്തെ ബിസിനസ്സിലും പിന്നെ ഓഫീസ് ജോലികളിലൊന്നും കാര്യമായിട്ടുള്ള അധ്വാനമില്ല. ഈ അധ്വാനമില്ലാത്ത ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ, ഈ ആരോഗ്യത്തിന്റെ ക്ഷയമൊക്കെ വലിയ വലിയ കമ്പനികളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരവരുടെ കമ്പനിയോട് ചേർന്ന് മനുഷ്യന്റെ വ്യായാമത്തിന് വേണ്ടിയിട്ട് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒക്കെ ചെയ്യുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. എല്ലാ നല്ല കമ്പനികളും അങ്ങനെ ഉള്ള വ്യായാമത്തിന് വേണ്ടുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ അവരുടെ ഓഫീസിനോട് ചേർന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ കൈകൊണ്ട് വേല ചെയ്യുക എന്ന് പറയുന്നത് കാർഷിക വൃത്തിയായിരുന്നല്ലോ ആ കാലഘട്ടത്തിലൊക്കെ മനുഷ്യന്റെ ജീവിതമാർഗം എന്ന് പറയുന്നത്. കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ജിമ്മിന്റെയോ എക്സസൈസിന്റെയോ ഫിസിയോതെറാപ്പിയുടെ ഒന്നും ആവശ്യമില്ല. അവര് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ശരീരത്തിന്റെ എല്ലാ മസിലുകൾക്കും ആവശ്യമായിട്ടുള്ള ആരോഗ്യം അത് ലഭിക്കുന്നതാണ്. നാം അമിതമായി അധ്വാനിച്ചാൽ നമ്മുടെ ശരീരത്തിന് കേടുവരും എന്നുള്ളതും ഇത്തരുണത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അമിതാധ്വാനവും നമ്മുടെ ശരീരത്തെ കളയും, എന്നാൽ അധ്വാനിക്കാതിരിക്കുന്നതും നമ്മുടെ ശരീരത്തെ കളയും എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ അധ്വാനിക്കുവാൻ മനസ്സുള്ള ആളുകളായിരിക്കണം. ഇതിനു മുമ്പും നാം ചിന്തിച്ചിട്ടുണ്ട്, ഏത് ജോലിയും ചെയ്യുവാനായിട്ട് മനസ്സുള്ള ആളുകളായിരിക്കണം. ഇന്ന ജോലിയെ ഞാൻ ചെയ്യൂ. ഈ ജോലിയുടെ മഹത്വം എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ലോകത്ത് മറ്റ് പല സ്ഥലങ്ങളിലും അങ്ങനെയൊന്നുമില്ല. എല്ലാ ജോലിയും മാന്യമായിട്ട് കരുതുന്നതായിട്ടുള്ള ആളുകളാണ് പുറമേയുള്ള ആളുകൾ. ഞാൻ അമേരിക്കയില് ഇങ്ങനെ ആളുകൾ പറയുന്നതായിട്ട് കേട്ടത്, രാവിലെ വീട്ടിന്റെ മുമ്പിൽ വന്ന് വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടുള്ള ജോലി. അവരൊരു വാഹനത്തിലാണ് വരിക. അത് ഈ വേസ്റ്റ് ഒക്കെ ബോക്സിലാക്കി വീടിന്റെ മുമ്പിൽ റോഡ് സൈഡിൽ വെച്ചിരിക്കും. അത് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് വളരെ ശമ്പളമുള്ളതും ആളുകൾക്ക് അത്തരം ജോലി കിട്ടാനായിട്ട് വളരെ താല്പര്യമുള്ളതുമായിട്ടുള്ള ജോലിയാണ്. ഒരു വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളതായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു മകൻ ഡോക്ടറാണ് എന്നും മറ്റൊരു മകൻ എഞ്ചിനീയർ ആണ് എന്നും മറ്റൊരു മകൻ ബാർബർ ആണ് എന്ന് പറയുന്നതും എല്ലാം ഒരേ അഭിമാനത്തോടു കൂടിയാണ്. അവർക്ക് അങ്ങനെ ജോലിയിലുള്ള തരംതിരിവില്ല. ജോലി എന്ന് പറയുന്നത് അവരുടെ ഒരു ആഠ്യത്വത്തിന്റെ ഭാഗമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജീവിത മാർഗമാണ്. നാമും അങ്ങനെ നമ്മുടെ തൊഴിലിനെ കാണേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിത മാർഗത്തിനു വേണ്ടി എന്ത് തൊഴിലും ചെയ്യുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഞാൻ ഇന്ന തൊഴിലേ ചെയ്യൂ, ഇന്ന സ്ഥലത്തേ ചെയ്യൂ, ഇന്ന രീതിയിലേ ചെയ്യൂ, അങ്ങനെ ഒന്നും നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. ദൈവവചനം അത് അനുവദിക്കുന്നില്ല. നമ്മുടെ കർത്താവ് തന്നെ ഒരു ആശാരിപ്പണിക്കാരനായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. പൗലോസ് അപ്പോസ്തലൻ ഒരു മേസ്തിരി ആയിരുന്നു, അതും നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഏത് ജോലികളും ചെയ്യുവാൻ നമുക്ക് മനസ്സുണ്ടാകേണ്ടത് ആവശ്യമാണ്. എല്ലാ ജോലിയും മാന്യമാണ്. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, എനിക്ക് ജോലി ചെയ്യാതെ തന്നെ ജീവിക്കുവാൻ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഉണ്ട് എങ്കിൽ പിന്നെ ഞാൻ ജോലി ചെയ്യണോ എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ ഭക്ഷണം കഴിക്കരുത് എന്നുള്ളതാണ് പ്രമാണം. എനിക്ക് വേല ചെയ്യാതെ തന്നെ ജീവിക്കാനായിട്ടുള്ള മാർഗമുണ്ട് എന്ന് വെച്ച് നമുക്ക് ദൈവം ആരോഗ്യം തന്നിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ജോലി ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഒരുപക്ഷെ നമുക്ക് അങ്ങനെ ജോലി ചെയ്ത് പൈസ സമ്പാദിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ലെങ്കിൽ പോലും നമ്മുടെ സഭയിലോ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്കോ ഒക്കെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരും കഷ്ടത അനുഭവിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ മറ്റ് സഭകളിലും
അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അതുകൊണ്ട് ജോലി ചെയ്യുവാൻ ദൈവം ആരോഗ്യം തന്നിരിക്കുന്നിടത്തോളം കാലം ജോലി ചെയ്ത് പണം ഉണ്ടാക്കി അത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അത് ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് സമ്പത്തുണ്ട്, ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, ബാങ്കിൽ ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ പെൻഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നത് വചനപ്രകാരമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഒരാൾ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, വചനം പറയുമ്പോൾ കള്ളനെ കുറിച്ച് പറയുന്നത്, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാൻ ഉണ്ടാകേണ്ടതിന് സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കണം എന്നുള്ളതാണ്. അതായത് ദൈവമക്കൾ അധ്വാനിക്കേണ്ടത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും അധ്വാനിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നാം അധ്വാനിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന്, നമ്മുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് അത് വളരെ ഗുണകരവുമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ക്രമം കെട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച ഒരു സൂചന 1-ാമത്തെ ലേഖനത്തിൽ തന്നെ നാം അതിന് മുമ്പ് പഠിച്ചതായിട്ടുള്ള 4-ാമത്തെ അധ്യായത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. 4-ാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ നാം ഇപ്രകാരമാണ് പഠിച്ചത്: പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ കർത്താവ് പെട്ടെന്ന് ഇങ്ങ് വരും, അതുകൊണ്ട് ജോലിയൊന്നും അങ്ങനെ ചെയ്യണ്ട എന്ന് വിചാരിച്ച് നടന്നവരാണോ? കാരണം അവർ വളരെ പ്രത്യാശയുള്ളവരായിരുന്നു എന്ന് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പഠിച്ചുവല്ലോ. അവരുടെ പ്രത്യാശ അവർക്ക് മറ്റൊരു നിലയിൽ കെണിയായി തീർന്നു എന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് സംശയിക്കുന്നത്. കാരണം കർത്താവ് പെട്ടെന്ന് വരുമെങ്കിൽ പിന്നെ അധ്വാനിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ലല്ലോ എന്നൊക്കെ ആയിരുന്നിരിക്കണം. ഇതെന്റെ ഊഹമാണ്, വചനത്തിൽ അങ്ങനെ ഇല്ല എന്നുള്ളതും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഇവിടെയും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ, ഇവിടെയും ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു കൽപ്പനയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർക്കണം, സ്വന്തം കാര്യം നോക്കണം, സ്വന്തം കൈകൊണ്ട് വേല ചെയ്യാൻ അഭിമാനം തോന്നണം എന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് അടങ്ങിപ്പാർക്കുകയും സ്വന്തം കാര്യം നോക്കുകയും ചെയ്യണം എന്ന് പറയുന്നതിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഈ വേല ചെയ്ത് നാം ഇനി എന്തെങ്കിലും സമ്പത്ത് ഉണ്ടാക്കിയാൽ പോലും ഈ പരകാര്യം നോക്കി അടങ്ങിപ്പാർക്കാതെ അങ്ങനെ കറങ്ങി നടന്നാൽ നമ്മൾ അധ്വാനിക്കുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം ഒരു വഴിക്ക് വരുന്നു, വേറൊരു വഴിക്ക് പോകുന്നു, ആവശ്യമില്ലാത്ത നിലയിൽ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നാം ദൈവവചന പ്രകാരം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുകയും അത് ദൈവവചന പ്രകാരം തന്നെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്ക് അത് ദൈവവചന വിരുദ്ധമായിട്ടുള്ള നിലയിൽ അതിനെ കളയുവാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നിനും മുട്ടില്ലാതിരിക്കുന്നതിന് വേണ്ടി, അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അടങ്ങിപ്പാർക്കണം, സ്വന്തം കാര്യം നോക്കണം, സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യണം. പ്രിയമുള്ളവരെ, ഇങ്ങനെ ക്രമം കെട്ട് നടക്കുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് ക്രമം കേട്ട് നടക്കുന്ന ഒരാൾക്ക് ഉപദേശിക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ ഉപദേശിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ ക്രമത്തിൽ ജീവിക്കുന്ന ഈ മേഖലകളിലൊക്കെയും ക്രമത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് മറ്റ് സഹോദരന്മാരെ ക്രമത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി ഉത്സാഹിപ്പിക്കുവാനും പ്രബോധിപ്പിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ ക്രമം കെട്ട് നടക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് നാം സംസാരിച്ചത്. പിന്നെ രണ്ടാമത്, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. അവരെ ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണമെന്നാണ് പറയുന്നത്. അവരെ 2-ാമത്തെ ലേഖനത്തിൽ പറയുന്നത് പക്ഷെ അവരോട് അകന്നുകൊള്ളണമെന്നാണ്. അപ്പോൾ ബുദ്ധി ഉപദേശിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ പടിയാണ്. എന്നിട്ട് അത് മനസ്സിലാക്കുകയും അതിന് വിധേയപ്പെടുകയും ക്രമത്തിലേക്ക് അവർ വരികയും ചെയ്യുന്നില്ല എങ്കിൽ അവരോട് അകന്നുകൊള്ളണം. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ 2 ലേഖനങ്ങളും കൂടി ഒരുമിച്ച് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ഒരു അധ്യായമായിട്ട് അങ്ങനെ വായിച്ചു പോവുകയോ അല്ലെങ്കിൽ ഒരു വേദഭാഗത്തിന്റെ
ഒരു ചുരുക്കമായിട്ടൊക്കെ ഒരു 5, 8, 10 വാക്യങ്ങളായിട്ടൊക്കെ നാം വായിച്ചു പോയാൽ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ബുദ്ധി ഉപദേശിക്കുക എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ തലമാണ്. എന്നാൽ ആ ബുദ്ധി ഉപദേശത്തിന് ചെവി കൊടുക്കാതെ വന്നാൽ അവരോട് അകന്നുകൊള്ളണം എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ പ്രമാണം. ബൈബിളിലെ ഏത് കാര്യത്തെ, ഏത് ബുദ്ധി ഉപദേശത്തെ സംബന്ധിച്ചും നമുക്ക് ഈ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. കാരണം ആദ്യം ഒരുപക്ഷെ ഈ ക്രമം കെട്ട് നടക്കുക എന്ന് പറയുന്നത് അവരുടെ പരിജ്ഞാനക്കുറവ് കൊണ്ടോ ഉപദേശത്തിന്റെ കുറവ് കൊണ്ടോ ആയിരിക്കാം. എന്നാൽ ഇങ്ങനെയുള്ളവരെ ബുദ്ധി ഉപദേശിക്കുകയും അവരെ പഠിപ്പിക്കുകയൊക്കെയും ചെയ്തിട്ടും അവരതിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല എങ്കിൽ അത് പിന്നെ ഒരു മത്സരത്തിന്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അത് ഒരു ദുർമാതൃകയും ഉപദേശിക്കുന്ന ആളുകളോടുള്ളൊരു മത്സരവും പിന്നെ വേല ചെയ്യാൻ മനസ്സില്ലാതെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ അധ്വാനത്തിൽ നിന്ന് എന്റെ ജീവിതം കഴിക്കണമെന്ന് ചിന്തിക്കുന്നതുമായിട്ടുള്ള ആളുകൾ ആയിട്ട് അവർ തീരും. അതൊരിക്കലും ദൈവവചനം അംഗീകരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. എന്നാൽ ദൈവസഭയും ദൈവമക്കളും കരുതേണ്ടതായിട്ടുള്ള ആളുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ സഭയിൽ ധാരാളം പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. അധ്വാനിക്കാൻ ആരോഗ്യമില്ലാത്തവരും നോക്കാൻ ആളില്ലാത്തവരുമായിട്ടുള്ള ആളുകൾ, അല്ല എങ്കിൽ അധ്വാനിച്ചിട്ടും അവരുടെ ആവശ്യങ്ങൾക്ക്, ന്യായമായിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മതിയാകാതെ വരുന്നതായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് അന്യോന്യം അത് സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതും ഇതിനോട് ചേർന്ന് പറയാതെ പോയാൽ ഈ ഒരു സന്ദേശം അത് കൃത്യമാകുകയില്ല. എല്ലാവരും ഒരേ സാമ്പത്തിക അവസ്ഥകളുള്ള ആളുകളല്ല സഭയിൽ. അങ്ങനെ ഒരേ സാമ്പത്തിക അവസ്ഥകളുള്ള ആളുകളായിരിക്കണമെന്ന് ഒരു നിർബന്ധമോ നിബന്ധനയോ ബൈബിളിൽ നമുക്കൊട്ട് കാണുവാനായിട്ട് കഴിയുകയില്ല. ദൈവം എല്ലാ സഭകളിലും സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊടുത്തിട്ടുള്ള ആളുകളും ഒരുപക്ഷെ ദരിദ്രരായിട്ടുള്ള ആളുകളും എല്ലാ സഭകളിലും ഉണ്ടായിരിക്കും. കാരണം അങ്ങനെ അത് ദൈവത്തിന്റെ ഒരു ക്രമീകരണമാണത്. എല്ലാവരും ധനവാന്മാരായിട്ട് ഒരു സഭയെ ദൈവം ക്രമീകരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അങ്ങനെ ക്രമീകരിക്കുന്നുവെങ്കിൽ ദൈവാത്മാവിന്റെ ഫലമായിരിക്കുന്ന പരോപകാരം മുതലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പ്രസക്തമല്ലാതെയായിട്ട് വരും. ദൈവ മക്കളുടെ ജീവിതത്തിൽ അവര് ആത്മാവിന്റെ ഫലം നിറഞ്ഞവരായി തീരുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ എല്ലാ സഭകളിലും, ദൈവവചനപ്രകാരമുള്ള എല്ലാ സഭകളിലും അതുണ്ടായിരിക്കും. അവിടെ സമ്പത്തുള്ളവരുണ്ടായിരിക്കും, സമ്പത്തില്ലാത്തവരുണ്ടായിരിക്കും, ദാരിദ്ര്യം ഉള്ളവരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത് അത് ദൈവം അനുവദിക്കുന്നതാണ്. അവിടെ ദൈവമക്കൾ എങ്ങനെയാണ് അന്യോന്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കരുതുകയും നന്മ ചെയ്യുകയും ഒക്കെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് ആളുകൾ പഠിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടി പോകുമ്പോഴാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥകൾ ദൈവം അനുവദിക്കും. അനുവദിക്കുന്നത് നമ്മളുടെ ആത്മീയ വളർച്ചയ്ക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും നമ്മുടെ സ്നേഹത്തിന്റെ പ്രദർശനത്തിനും ഒക്കെ അത് ആവശ്യമാണ് എന്നുള്ളത് അതിന്റെ മറുവശമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം എത്രയോ മനോഹരമാണ്. അതിലെ പ്രമാണങ്ങൾ എത്രയോ മനോഹരമാണ്. ഇതിനെ വെല്ലുന്നതായിട്ടുള്ള ഒരു തത്വശാസ്ത്രവും ഇന്ന് ലോകത്തിൽ നിലവിലില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ക്യാപിറ്റലിസം കൊണ്ടുവന്നു, അത് പരാജയപ്പെട്ടു. സോഷ്യലിസം, എല്ലാവർക്കും തുല്യത എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും തുല്യരായി കണക്കാക്കാനായിട്ട് സോഷ്യലിസം കൊണ്ടുവന്നു. അത് ഏറെ പെട്ടെന്ന് തന്നെ അത് പരാജയത്തിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവവചനത്തിലെ ഈ പ്രമാണത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. ഏറ്റവും നല്ല പ്രമാണമായിട്ട് അത് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അത് നിലനിൽക്കും. ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ദൈവികമായിട്ടുള്ള പരിപാടിയെ മെച്ചപ്പെടുത്തുവാനോ അതിനേക്കാൾ മെച്ചമായിട്ടുള്ളതൊന്ന് തരുവാനോ ലോകത്തിൽ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. മനുഷ്യന്റെ എന്ത് പ്രയത്നങ്ങളും കാഴ്ചപ്പാടുകളും തത്വശാസ്ത്രവും ഒക്കെയും ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് അതിനേക്കാൾ കീഴെയായിരിക്കും. അതിനോട് തുലനം ചെയ്യുവാനായിട്ട് ഒന്നുമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവികമായിട്ടുള്ള പ്രമാണങ്ങളെല്ലാം അത് ആചരിക്കേണ്ടത്, അനുഷ്ഠിക്കേണ്ടത് ദൈവത്തിന്റെ സഭയായിരിക്കുന്ന, കർത്താവിന്റെ ശരീരമായിരിക്കുന്ന സഭയിലാണ്. നമുക്ക് നമ്മുടെ സഭയിൽ ഈ നിലയിൽ മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.